ആ എടാ പവി, നീ ഇവിടെ വന്ന് നിൽക്കായിരുന്നോ? പിന്നെ അതേ, ആ പരട്ട പറഞ്ഞൊന്നും നീ കാര്യമാക്കണ്ട. മനസാക്ഷി ഇല്ലാത്ത ജാതികളാ. പോരാത്തന് കാശിന്റെ നിങ്ങളിപ്പോ. നമുക്ക് വേണമെങ്കിൽ പോലീസിനൊരു പരാതി കൊടുത്താലോ? ഏയ്, ഈ ജീവിതത്തിന് വലിയൊരു കുഴപ്പമുണ്ടേട്ടാ. തോൽക്കുന്നത് നമ്മൾ അറിയത്തില്ല, അറിഞ്ഞാലും സമ്മതിക്കത്തില്ല. വാശിക്ക് അങ്ങോട്ട് തോറ്റോണ്ടേയിരിക്കും. പക്ഷെ ചിലപ്പോ അത് മനസ്സിലാവും. അപ്പൊ സങ്കടം വരും, നിരാശ തോന്നും. പിന്നെ ശ്വാസമൊന്ന് വലിച്ചുവിട്ട് നമ്മൾ അങ്ങോട്ട് നോർമലാവും. പക്ഷെ വേറൊരുത്തൻ അതൊക്കെ തൂണ്ടി പുറത്തിടുമ്പോണ്ടല്ലോ, നമ്മുടെ നെഞ്ചങ്ങോട്ട് പറഞ്ഞ പോലെ തോന്നും. ഓർമ്മ വെച്ച കാലം തുടങ്ങിയിട്ടുള്ള ഓട്ട ഇതുവരെ നിന്നിട്ടില്ല. എന്നാലോ ദൂരൊട്ട് കുറഞ്ഞിട്ടില്ല. എല്ലാം ശരിയാകൂടാ. മനുഷ്യന്മാരെ പറ്റിക്കണ പറച്ചിലാണ് ഏട്ടാ അത്. അല്ലാതെ ഞാൻ എന്ത് പറയാനാ? എന്നെ പിശുക്കാന്നും പറഞ്ഞ് നിങ്ങൾക്ക് എന്നെ കളിയാക്കാറില്ലേ? പേടിച്ചിട്ടേട്ടാ. ഒറ്റയ്ക്കായി പോണേൻ്റെ ഒരു വെപ്രാളം. എന്തെങ്കിലും വന്ന് കിടന്നു പോയാ പിന്നെ. ഇതാ ഞാൻ നിന്നോട് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്, ഒരു കൂട്ട് വേണമെന്ന്. മനസ്സിലായോ? കാര്യം എനിക്കിവിടെ കടവും കഷ്ടപ്പാടും ഒക്കെ ഉണ്ട്. ഇവിടുത്തെ പണിയാണെ അടിമ പണിയുക. എന്നാലും എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോ അവിടെ ഞാൻ രാജാവാടാ. നമ്മളെയൊക്കെ പോലെ തന്നെ ആരുടെയെങ്കിലും ജാട അഹങ്കാരമൊക്കെ സഹിച്ച് ജീവിക്കുകയായിരിക്കും. രാത്രി സുഖമായിട്ട് ഉറങ്ങെങ്കിലും ചെയ്യട്ടെ. കട്ടില് താനും ഉപയോഗിച്ചോളൂ. നിലത്ത് കിടന്ന് വെറുതെ നടുവേന വരുത്തണ്ട. ഉറങ്ങുമ്പോഴെങ്കിലും നമുക്കൊരു ഗമയൊക്കെ ഇരിക്കട്ടെ. കട്ടിലിന് നന്ദി. ഗമയൊട്ടും കുറയ്ക്കാതെ ഉറങ്ങി. കട്ടിലിന് പാരായി ഒരു നേരത്തെ ഭക്ഷണം. ഓട്സ് കൊണ്ട് ഇങ്ങനെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാൻ പറ്റുമല്ലേ? നന്നായിട്ടുണ്ട്. എല്ലാ ദിവസവും ഇനി കട്ടിലിൽ തന്നെ കിടക്കണം. ഒരു നേരത്തെ നല്ല ആഹാരത്തിനായി പ്രതീക്ഷയോടെ പവിത്രൻ.